ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, ദയവ് ചെയ്ത് ഈ വീഡിയോ എല്ലാവരും നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ? ആർക്കും ഛേദമില്ലാത്ത ഒരു ഉപകാരം. ഓക്കെ, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ കൊടുക്കുക. അത് അറിയാത്തവർ അറിയുന്നതിന് വേണ്ടിയിട്ടാണോ, നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്താലും മാത്രമേ ഇത് ഒരുപാട് പേരിലേക്ക് എത്തത്തുള്ളൂ. യൂട്യൂബ് സ്വന്തമായിട്ട് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് അത്രത്തോളം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാനിരിക്കുന്നവർ, KVS NVS എഴുതാനിരിക്കുന്നവർ, അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഇത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി പലരും അപ്ലൈ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു, KVS NVS മുൻപേ ഞാനൊരു ഷോർട്ട് നോട്ടീസ് ഇട്ടതാണ്, പറഞ്ഞതാണ് പല വീഡിയോയിലും. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്നവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട. എക്സാം സെന്റേഴ്സ് എന്ന് പറയുന്നത് ഏകലവ്യ പോലെയല്ല. ഏകലവ്യ EMRS അല്ലെ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ട്രിവാൻഡ്രം മാത്രമേ സെന്റേഴ്സ് ഉള്ളൂ. ബട്ട് KVS NVSന് ട്രിവാൻഡ്രം, തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊച്ചി മീൻസ് എറണാകുളം, ദെൻ കാലിക്കറ്റ്, കോഴിക്കോട്. ഓക്കെ, ഈ 3 ജില്ലകളിൽ സെന്റേഴ്സ് ഉണ്ട് കേട്ടോ. 3 ജില്ലകളിലേക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട്, ട്രിവാൻഡ്രവും, കൊച്ചിയും, കാലിക്കറ്റും. ഓക്കെ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സമീപ ജില്ലകളിലും എല്ലാവർക്കും ഉള്ളവർക്ക് വളരെ സുഖകരമായിട്ട് വന്ന് പരീക്ഷ എന്നുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് മാത്രമായിട്ട്, ഇപ്പൊ കാസർഗോഡുള്ളവർ ട്രിവാൻഡ്രത്തേക്ക് ഒന്ന് പരീക്ഷ എഴുതാന്നുള്ള ഒരു ഇതുകൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കും, അതൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ സുഖമായിട്ട് നിങ്ങൾക്ക് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയും 3 സെന്റേഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമുക്ക് ഈ 35 ഇനിയിപ്പോ ജനുവരി 10, 11 ഡേറ്റ്. ജനുവരി 10, 11 നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 10-ാം തീയതി നമുക്ക് 9-ാം തീയതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്നിപ്പോ 7 അല്ലേ? 7 23 ആ ഒരു 9, അതായത് 30 ദിവസം, ഒരു 32, 33 ദിവസം. പക്ഷെ അത് മതി. ആ ഒരു 30-33 ദിവസം നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഡെഡിക്കേറ്റ് ആവുക, 100% ഡെഡിക്കേറ്റ് ആവുക, 100% ഡിസിപ്ലിൻ ആവുക, 100% ഡിറ്റർമിനേഷൻ വെക്കുക. അങ്ങനെ ഒരു 3D ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, 3D ആയിട്ട് ഡെഡിക്കേറ്റീവ്, ഡിസിപ്ലിൻ ആൻഡ് ഡിറ്റർമിനേഷൻ, അങ്ങനെ ഒരു 3D ആയിട്ട് നിങ്ങൾ ഈ ഒരു 30 ഡേയ്സിൽ മാറിക്കഴിഞ്ഞാൽ, 3D ആയിക്കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഈ KVSന്റെയും NVSന്റെയും ടയർ 1 എന്ന് പറയുന്നത് സുഖകരമായിട്ട് പാസ്സാകാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ റീസണിങ്ങും റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും ഇതൊന്നും നമ്മളെ ബാങ്ക് ലെവലോ SSC ലെവലൊന്നും അല്ല. അത് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോഡൽ ക്ലാസ്സുകൾ ചാനൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതിനുവേണ്ടി നമ്മൾ ഒരു 50,000ഓളം ഈച്ച് ആൻഡ് എവരി ഏരിയാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ. അത് മതി നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ ചില കാര്യങ്ങളിൽ പുതിയ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്, അത് സെപ്പറേറ്റ് ക്ലാസ്സും തരുന്നുണ്ട്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ റീസണിങ്ങും ന്യൂമറിക് ലെവലിലേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാമല്ലോ, അതുകൊണ്ട് വലിയ ഡൗട്ട്സ് ഒന്നും വേണ്ട, സുഖമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ICT ആണ്, ജനറൽ കമ്പ്യൂട്ടർ ആണ്. അതും വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അടിപൊളി ക്ലാസ്സുകളുണ്ട്, റിവിഷനുകളുണ്ട്. അതുപോലെ തന്നെ ജനറൽ അഫയേഴ്സ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്, ജനറൽ അഫയേഴ്സ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതിൽ നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യൻ ആർട്സ്, ഇന്ത്യൻ കൾച്ചർ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരുപാട്, പക്ഷേ നമ്മളൊരു PSCക്ക് നിങ്ങൾ പഠിക്കുന്ന പോലെ ഇവിടെ പഠിക്കേണ്ട. അത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് കൃത്യമായിട്ട് നോട്ട് എടുക്കുന്നുണ്ട്. അത് മാത്രം നമ്മൾ നോക്കി. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ജിയോഗ്രഫി പഠിക്കുമ്പോഴത്തേക്ക് ജിയോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവര് മൗണ്ടെയിൻസിനെ കുറിച്ചും റിവേഴ്സിനെ കുറിച്ചൊക്കെ, ഇന്ത്യൻ മൗണ്ടെയിൻസ് ആൻഡ് ഇന്ത്യൻ റിവേഴ്സിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ചില സ്പെക്യുലേറ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് മാത്രം കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് ആൻഡ് കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ ചെയ്യാനുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ്, അത് സൂപ്പറായിട്ട് നമ്മുടെ നസറുദ്ദീൻ സാറിന്റെയും ഹരി സാറിന്റെയും ക്ലാസ് കയറി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല, ഡൗട്ടും ഇല്ല. ഇംഗ്ലീഷ്, പിന്നെ നിങ്ങൾക്ക് മലയാളം അല്ലെ, മലയാളം ഓർ ഹിന്ദി എന്ന് പറഞ്ഞാൽ, ഹിന്ദിയൊക്കെ ഡോക്ടർ ഷൈജു സാറൊക്കെ വളരെ അടിപൊളിയായിട്ട്, ധന്യ ടീച്ചറൊക്കെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. മുൻ ബാച്ചുകാർക്ക്, ഞാൻ പുതിയ ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. അപ്പം വളരെ നിസ്സാരമായിട്ട് മലയാളം അതുപോലെ തന്നെയാണ് അല്ലെ. 2 ഗ്രാമർ സെഷൻസ് ആണ് വരുന്നത് കൂടുതലും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട്, നമുക്ക് 1 മാസം വേണ്ട ഇത് ക്രാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ 1 മാസം കൊണ്ട്, 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് ഫുള്ള്
കംപ്ലീറ്റ് പഠിപ്പിച്ച് തീർത്ത് റിവൈസ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ആ 1,00,000 ക്വസ്റ്റ്യനിൽ ഏകദേശം 50,000 എബോ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ചേച്ചി പോകുന്നുണ്ട്. ഏകലവ്യക്ക് ജോയിൻ ചെയ്തവർക്ക് അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബാച്ച് തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ടയർ 1 കയറാൻ പറ്റും. ടയർ 1 കയറി കഴിഞ്ഞാൽ ടയർ 2 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അത് നിങ്ങൾ ഓരോ ഈച്ച് ആൻഡ് എവരി സബ്ജക്ട്, TGT ആയിക്കോട്ടെ, PGT ആയിക്കോട്ടെ, നോൺ ടീച്ചിങ് ആയിക്കോട്ടെ, നിങ്ങളുടെ സബ്ജക്റ്റിൽ +1 +2 ലെവലുള്ള ആ ടോപ്പിക്കുകൾ മാത്രമാണുള്ളത്. നിങ്ങൾ HSA, HSST, LPUP എഴുതുന്ന ടോപ്പിക്ക് അല്ല അവിടെ ടയർ 2ലേക്ക് വരും. നിങ്ങളുടെ സബ്ജക്ട് മാത്രം. അത് ജസ്റ്റ് NCERT-യുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത്. ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എക്സാം സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് ഉണ്ട്. അപ്പം ക്വാളിഫിക്കേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയ 77 36 75 04 73 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ, അഡ്മിഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും സംശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അപ്പൊ ട്രിവാൻഡ്രം, കൊച്ചി ആൻഡ് കാലിക്കറ്റ്. ഓക്കെ, അപ്പം നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.